തലക്കോട് അംബികാപുരം സെന്റ് മേരീസ് പള്ളിയുടെ മതിലിന് സംഭവിച്ച ബലക്ഷയം കെഎസ്ഇബിയുടെ ട്രാൻസ്ഫോമറിനും ഭീഷണിയായി. മതിൽ ഇനിയും ഇടിഞ്ഞാൽ ട്രാൻസ്ഫോമറിലേക്ക് വീണ് അപകടമുണ്ടാകാനും സാധ്യതയുണ്ട്. തലക്കോട് അംബികാപുരം സെന്റ് മേരീസ് പള്ളിയുടെ 25 അടി ഉയരമുള്ള മതിലാണ് ബലക്ഷയം സംഭവിച്ച് തകർന്നു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയെ തുടർന്നാണ് കരിങ്കല്ലുകൊണ്ടുള്ള മതിലിന് ബലക്ഷയം സംഭവിച്ചത്. മതിൽ തകർന്നു വീഴാൻ സാധ്യതയേറെയാണ്. മതിലിനോട് ചേർന്ന് കെഎസ്ഇബിയുടെ ട്രാൻസ്ഫോർമറുണ്ട്. അതിനാൽ മതിൽ പൊളിച്ചു പണിയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് വികാരി ഫാദർ ജെയിംസ് ചൂരത്തൊട്ടി പറഞ്ഞു. മതിൽ തകർന്നാൽ അവശിഷ്ടങ്ങൾ ട്രാൻസ്ഫോർമറിലേക്ക് വീഴും. ഇത് സ്ഥലത്ത് വലിയ അപകടമുണ്ടാക്കുമെന്ന ആശങ്കയുമുണ്ട്. ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിച്ച് മതിൽ പുനർനിർമ്മിക്കാനും അപകട ഭീഷണി ഒഴിവാക്കാനും അധികൃതരുടെ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ്. ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ട സ്ഥലം കണ്ടെത്തിക്കൊടുക്കാൻ പള്ളി അധികൃതർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ കെഎസ്ഇബി അധികൃതർ തയ്യാറായിട്ടില്ല. ഒരാഴ്ചയിലധികമായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് തലക്കോട് അംബികാപുരം പള്ളിയുടെ ചുറ്റുമതിലെ വിള്ളൽ വീണ് അപകടകരമായ അവസ്ഥയിലിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള ട്രാൻസ്ഫോമറാണ് ഇതിന് ഏറ്റവും അധികം ഭീഷണിയായിരിക്കുന്നത്. ഏതാണ്ട് 25 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയാണുള്ളത്. നിലവിൽ പള്ളി കോമ്പൗണ്ടിൽ തന്നെയാണ് ട്രാൻസ്ഫോമറിൻ്റെ സ്റ്റേ സ്ഥാപിച്ചിരിക്കുന്നത്. അതൊന്ന് മാറ്റി ഇടാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ മതിൽ ഇടിഞ്ഞ് ട്രാൻസ്ഫോമറിലേക്ക് വീണ് കഴിഞ്ഞാൽ ചുറ്റുപാടുമുള്ള ഒരുപാട് വലിയ അപകട സാധ്യതയും ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. തൊട്ടടുത്ത് തന്നെ ഒരു പാരിഷ് ഹാളുണ്ട്, ഓഡിറ്റോറിയം, നിരവധി കടകൾ, ബസ് സ്റ്റോപ്പ്, സ്കൂൾ കുട്ടികളെല്ലാം യാത്ര ചെയ്യുന്ന അത്യാവശ്യം തിരക്കുള്ള ഒരു ജംഗ്ഷനാണ്. ഈ അവസരത്തിൽ ഈ ട്രാൻസ്ഫോമർ അടിയന്തരമായിട്ട് മാറ്റി സ്ഥാപിക്കുക എന്ന് മാത്രമാണ് ഒരു പോംവഴി. എങ്കിൽ മാത്രമാണ് ഈ ചുറ്റുമതിൽ പൊളിച്ച് പണിയാൻ പോലും നമുക്ക് സാധിക്കുകയുള്ളൂ. കേവലം മതിലിൽ നിന്ന് 25-30 സെൻറ്റിമീറ്റർ മാത്രമാണ് ഇപ്പോൾ ട്രാൻസ്ഫോമറിന് ഉള്ള ഒരു ഗ്യാപ്പുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് തുടർ പണികൾ നടത്തണമെങ്കിൽ പോലും ട്രാൻസ്ഫോമർ മാറിയെങ്കിലേ നമുക്ക് പണികൾ നടത്താൻ പോലും സാധിക്കുകയുള്ളൂ. ഇനി മറ്റ് സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പള്ളിയിൽ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. തൊട്ടടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപത്ത് ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യാൻ വേണ്ടി പള്ളി കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്ത അവസരത്തിൽ ഇതൊരു അടിയന്തര ആവശ്യമായി പരിഗണിച്ച് അപകടാവസ്ഥയിൽ ഒരുപാട് ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുന്ന അവസ്ഥയിൽ ഇത് മാറ്റി സ്ഥാപിക്കണമെന്ന് ഈ അവസരത്തിൽ പള്ളി കമ്മിറ്റിയും ഒരുപാട് നാട്ടുകാരും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കെസിവി ന്യൂസ്, തലക്കോട്.